ഇതല്ല രസേ, ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എടുപ്പാണ് കേമായിട്ടുള്ളത്. ഈ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇവർ വിചാരിക്കണത് അവർ ഭയങ്കര സൗന്ദര്യവതികളാണെന്ന്. ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതല്ല രസം. വിരൽ കൊണ്ട് മറ്റൊരു കാട്ടാണ് ഹയ്യാ. കാണുന്നവരുമായിരിക്കും മറ്റു പല കാര്യസാധ്യത്തിന് മുട്ടി നിൽക്കാന്നുള്ള മറ്റുള്ള കുട്ടികളുടെ. ഇതല്ല രസം. ഈ ഫോട്ടോ അങ്ങോട്ട് ഇതിലേക്കൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനടിക്ക് ആൺകുട്ടികളുടെ ഒരു കമന്റ് ഉണ്ട്, സൂപ്പർ. 6 പോണ പോക്ക് കണ്ടാൽ ആ പെൺകുട്ടി ഇപ്പൊ കിട്ടിയാൽ വിഴുങ്ങും എന്നുള്ള മട്ടില്ല കമന്റ്. ഇതല്ല രസം. ഈ ഫോട്ടോ ഇട്ട സമയത്ത് അവിടേക്ക് ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടതെങ്കിൽ ആ ഫോട്ടോ അവിടെ കിടന്ന് പുഴുത്തളിഞ്ഞ് ചീഞ്ഞ് താറി ചരന്തി പോലെ എടുത്താൽ പോലും മറ്റവരെ ലൈക്കോ കമന്റോ അടിക്കില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പല ദേശത്തു നിന്നുള്ള കലാകാരന്മാരെല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ടാണ് വളരെ കെങ്കേയമായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താ അവിടെ ഗോഡ് ബ്ലസ് യു തുമ്മിയതാണോ? ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെടാതെ ചീന്ന് പറഞ്ഞതാണ്. അല്ല, ആക്കിയതാണ്, ആക്കിയതാണോ? അങ്ങനെ പറഞ്ഞു. ഇത് പെട്ടെന്ന് കിടക്കട്ടെ. അതിനെവിടെങ്കിലും കൊണ്ടാക്കാമോ ഇരിക്കണം? അല്ല, പുള്ളിയുടെ ബട്ടൺസ് പൊട്ടി തെറിക്കും. ഇത് തീർന്നിട്ട് ബട്ടൺ തഴിച്ചത് എന്നുള്ളതാ. പറഞ്ഞു വന്നത് മറ്റൊന്നുമില്ല, ഞാനിത് പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി പറഞ്ഞോടല്ലോ, മറന്നും പോകുന്നു. എല്ലാ ആഘോഷങ്ങൾക്കും ഓരോ ഡേ ആണ് എന്നുള്ളതാണ്. അല്ലയോ ഡേ? അത് തന്നെയാണെന്നുള്ളതാ. ശ്വേതാ ഡേ കേൾക്കണം, കേട്ടോടേ. പറഞ്ഞു വന്നത് മറ്റൊന്നും അല്ലടേ. പൂക്കൾക്ക് ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് ഡേ. ടീച്ചർമാർക്ക് ഒരു ദിവസം കൊടുത്തിരിക്കുന്നു, ടീച്ചേഴ്സ് ഡേ. പ്രണയിക്കുന്നവർക്ക് ഒരു ദിവസം കൊടുത്തിരിക്കണം, എന്താ അത്? എന്തൊരു ഒലിപ്പിയില്ലേ. അല്ലേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവല്ലേ? ആ തൊപ്പിക്കാരനും ഇതിന്റെ ഇപ്പുറത്തിരിക്കണ നടുക്കിരിക്കുന്ന താടിയല്ല ഭാര്യ എന്ന് ചോദിച്ചോ, അതിന്റെ ഇപ്പുറത്തിരിക്കണേ. അപ്പൊ ഈ നടുക്കിരിക്കുന്ന താടി എന്തിനാ അതിന്റെ ഇടയ്ക്കെടുത്ത് വെച്ചതാ? വലിഞ്ഞേറി വന്നിരുന്നതാ. ആരാപ്പുള്ളിയോ? നിങ്ങളുടേത് അറേഞ്ച് മാരേജ് ആയിരുന്നോ? അല്ലല്ല, പ്രണയ വിവാഹമായിരുന്നു. അതെ അതെ. ഇപ്പോഴത്തെ അറേഞ്ച്മെന്റ് കണ്ടപ്പോഴേ തോന്നി അന്ന് പ്രണയ വിവാഹമായിരുന്നു. എടുത്ത് നടക്കി വെച്ചേക്ക, തമ്മിൽ പണക്കമുണ്ട്. ഇന്ന് സ്കിറ്റ് കഴിഞ്ഞായിരുന്നോ? നടന്നു. എത്ര മാർക്ക് കിട്ടി? കുഴപ്പമില്ലായിരുന്നു. ആർക്ക് കുഴപ്പമില്ലെന്ന്? ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. ആ കുഴപ്പമില്ലായ്മയുടെ ആണെന്ന് തോന്നുന്നു ഭാര്യ അകത്തി നിർത്തിയേക്കാം. ഇല്ല, സംഭവം അതാണ്. പറഞ്ഞു വന്നത് മറ്റൊന്നുമില്ല. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ പ്രണയം ജയിച്ചവർക്ക് അത് വാലന്റൈൻസ് ഡേ, പ്രണയം തോറ്റ കുട്ടിയാകില്ല വല്ലവൻ്റെയും ഡേ. പ്രണയം തോറ്റ് കഴിഞ്ഞാൽ നിരാശാകാമുകന്മാരായിട്ടോ താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടാണ് നടക്കലെന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പ്രണയം തോറ്റവരോടൊന്നേ പറയാനുള്ളൂ, പ്രണയം തോറ്റണ്ടേ താടി മാത്രം വളർത്തിയാൽ മതി. പ്രണയം ജയിച്ചാലോ ആ കെട്ടണ പെണ്ണിനെ വളർത്തണം, അതിലുണ്ടാവണ കുട്ടികളെ വളർത്തണം, മുത്തിയൊക്കെ വളർത്താൻ നിൽക്കണം. അതിലെത്ര ഭേദമാണ് ഇത്തിരി താടി അവിടെ നിന്നങ്ങനെ വളരുന്നത് എന്നുള്ളതാണ് സാധ്യമായിട്ടുള്ള കാര്യമായി. ഇപ്പോൾ പല ദേശത്തു നിന്നുള്ള കലാകാരന്മാരെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഇവിടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേശത്തു നിന്നുള്ള കലാകാരൻ പറ്റിയുണ്ട്. കേമായിട്ട് പറഞ്ഞാൽ 6 നാട്ടില് 100 ഭാഷ എന്നാ പറയാ. ഇല്ലേ, അങ്ങനെ സംഭവമുണ്ട്. കാര്യം കോട്ടയംകാരാണ് അച്ചടി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്. കോട്ടയംകാരുണ്ടോ അവിടെ? ഹൈ, എലീന പടിക്കൽ. കുട്ടി എലീന പഠിക്കലല്ലേ, എലീന പെടക്കലാ. ഇതൊക്കെ നടക്കുന്ന സമയത്ത് എന്താ പെടക്കല്? അപ്പൊ ഇനി മുതൽ എലീന പെടക്കലേ എന്ന് വിളിക്കാവുന്നതാണ് കാര്യമായിട്ടുള്ള കാര്യം. പറഞ്ഞത് ഈ കോട്ടയംകാരാണ് അച്ചടി ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ എന്ന് അവർ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അവിടെയാണ് ഈ പത്രങ്ങൾ അച്ചടിക്കണതും അച്ചടി യന്ത്രങ്ങൾ ഉള്ളതും ഒക്കെ. അപ്പോൾ അവിടെ തന്നെയാണ് അച്ചടി ഭാഷ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ മലയാളം സംസാരിക്കുമ്പോൾ ഫഗീരതന്റെ ഭൂമി ഫഗീര തന്നെ കേട്ടു എന്നാ ഒരു ഇതാന്നേ. ഓ, ഇതാണ് അച്ചടി ഭാഷ എന്നാണ് ഇവര് വെച്ചേക്കണ കാര്യം. ഇപ്പോ ഇവരെ നേരെ കൊച്ചിയിലേക്ക് വന്നാല് കൊച്ചിക്കാരാരണ്ടാ ആ കറുത്ത സാരി കേമായി. ഇത് പറഞ്ഞാല് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നുള്ളൊരു ചൊല്ലുണ്ട് ഇല്ലേ. കൊച്ചിയിലെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ, വെറുതെ പറയുകയാണ് കേട്ടോ, സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളാണ് ഉള്ളതെന്നാണ് പറയണത്. പക്ഷെ ഈ പെൺകുട്ടികൾ വന്ന് കൊച്ചി ഭാഷ സംസാരിക്കും. ഉമ്മ അടുത്ത ഡാൻസ് തുടങ്ങാൻ പോണേണ്, നിക്കണേണ്, കിടക്കണേണ്, ഇരിക്കണേണ്. നീ എന്താ പേരെന്താവോ? വിഷ്ണുപ്രിയ. ഇഷ്ടപ്പെട്ട് നല്ല പ്രിയമുള്ള കുട്ടിയാ. അപ്പോ കൊച്ചിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നമ്മുടെ മ്യൂസിയം കാണാനായിട്ട് പോയിട്ട് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത് കൊച്ചിയിലുള്ള മറ്റൊരു കൂട്ടുകാരനെ അയച്ചു കൊടുത്തു. എന്താ പറയണേ, നുമ്മ പൊളിക്കാണ് ബ്രോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അപ്പൊ കൊച്ചിയിലുള്ള കൂട്ടുകാരൻ തിരിച്ച് അവർക്കൊരു മെസ്സേജ്, നിങ്ങ പൊളിക്ക് ബ്രോ, നുമ്മയുണ്ട് കൂടെ എന്ന്. ഇവരെയൊക്കെ പോലീസ് പൊക്കി, മ്യൂസിയം പൊളിക്കാൻ ചെന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാ. നേരെ തൃശ്ശൂരുകാരൻ്റെ കൂടെ
ഷജിയിൽ കൊല്ലിയിൽ ആണല്ലേ പറഞ്ഞു വന്നത്. തൃശ്ശൂരുകാരെ പറ്റിയിട്ട് പറഞ്ഞാൽ ഇവരാണ് ഏറ്റവും വലിയ നർമ്മബോധമുള്ള ആൾക്കാര് എന്നുള്ളതാണ്. പക്ഷെ അവർക്കറിയില്ല അവർ നർമ്മമാണ് പറയാന്നുള്ളതാണ് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം. അതിനുള്ള ബോധം ഇല്ല എന്നുള്ളതാണ് സത്യം. കാര്യം എന്താ വെച്ചാല് ഇവരാണ് ശവത്തിന്റെ ഒക്കെ സ്ത്രീലിംഗം കണ്ടുപിടിച്ച ആൾക്കാരെന്നാ. എന്തുട്രാ ശവിയേ എന്നല്ല ചോദിക്കുക. ഇതിപ്പോ അവിടെ ഉള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയും ജോസേട്ടൻ മരിച്ചു കേട്ടോ. ഇവര് പറയണ ജോസേട്ടൻ പട്ടായി ഭിത്തിമേ കയറി. പണ്ട് കാലത്തിലൊക്കെ കിലോമീറ്ററിന് പറയണത് ഇത്ര മൈല് പോകണമെന്നാ. മൈല് നടന്നാൽ അവിടെ ചെല്ലാമെന്നാ പറയാ. അങ്ങനെ ഇരിക്കുമ്പോൾ തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊല്ലത്തുനിന്ന് 2 പേര് ചെല്ലുക കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഈ അവിടുത്തെ റൗണ്ടിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റൗണ്ട് ഉണ്ടല്ലോ, അവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലത്തുനിന്ന് കാഴ്ച ബംഗ്ലാവ് കാണാൻ ചെന്നവർ ചോദിച്ചു കാഴ്ച ബംഗ്ലാവിലേക്ക് എത്ര മൈലുണ്ട്? ഇവർ പറയാം 2 എണ്ണം ഉണ്ടായിരുന്നു, 1 ചത്തുപോയെന്ന് വയ്യാണ്ട. ആ വായിൽ തന്നെ ചോദിക്കും നമ്മുടെ മുരുകൻ കോവിലെ പ്രതിഷ്ഠ ശിവനോ പാർവതിയോ ഹൈ ഗണപതി അല്ലേടോ എന്ന് ചോദിക്കുന്ന ടീമുകളാണ്. നേരെ നമ്മള് അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് വന്നാലേ തിരുവനന്തപുരം കേമായിലോ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ തിരുവനന്തപുരംകാരും. അപ്പൊ കഷത്ത് വെച്ച് ഇറുക്കലാവും. പറഞ്ഞു വന്ന് പറ്റുന്നില്ല. ഈ അനന്തപുരംകാരാണ് ബഹുവചനത്തിന്റെ ആൾക്കാരെന്നാണോ പറയണ വരുന്നത്? എന്താ അതെ തത്തപ്പച്ച പറയില്ലേ? ഇത് മറ്റേ ആളല്ലേ? അത് എന്താ മറ്റേ ആ അമ്പിളിക്കുട്ടൻ തിളങ്ങിയിരിക്കണ്ടേ? അമ്പിളിക്കുട്ടന് തിരുവനന്തപുരം ആണല്ലേ? അതാണ് കേമായിട്ടുള്ളത്. പറഞ്ഞു വന്നത് ബഹുവചനങ്ങളാണ് എന്നുള്ളതാ. ഒന്നല്ലെങ്കിൽ 2 ചേർത്ത് പറയണ ആൾക്കാരെന്നുള്ള. ഇപ്പൊ ഒരു മൈക്ക് ഉള്ളതിൽ അവര് പറയണത് മൈക്കുകൾ എന്നാ, ഒരു കാറ് ഉള്ളെങ്കിൽ അവര് പറയണത് കാറുകളാ. ബഹുവചനം എന്ന് പറഞ്ഞപ്പോ പഠിക്കലിന് കിട്ടിയില്ലല്ലേ? പ്ലൂറൽസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇപ്പൊ കിട്ടിയോ? ഒന്നല്ലെങ്കിൽ ഒരു കസേരകളേലും കസേരകൾ, കാറുകൾ, റോഡുകൾ, വെള്ളങ്ങൾ, ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരമ്മ റോഡിൽ നിന്നിട്ട് ഭയങ്കര ബഹളം സ്വന്തം മകനെ പറ്റിയിട്ടാ. പിള്ളകളെ വെള്ളങ്ങൾ അടിച്ചിട്ട് റോഡുകളിൽ കിടന്ന് ബഹളങ്ങൾ ഉണ്ടാക്കണം. എന്തരന്? തന്തകളെ പറയിപ്പിക്കാനെന്ന്. അത് പറയാണ്ട് 2ആയി പറഞ്ഞു പോയി എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം എന്നുള്ളത്. ഇനി അങ്ങനെയുള്ള പല ദേശത്തു നിന്നുള്ള കലാകാരന്മാരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് കേമമായിട്ടുള്ള ആഘോഷം നടത്തുന്ന ഈ വേളയിൽ ചാക്യാർക്ക് വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്നുള്ളത്. ചാക്യാരെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ? ഇഷ്ടമാവുന്നെങ്കിൽ നല്ലൊരു കയ്യടി ഇങ്ങനെ തരണം എന്ന് മാത്രമേ ചാക്യാർക്ക് പറയാനുള്ളൂ. പറഞ്ഞു വന്നത് നമ്മൾ വലിയ ഒരു 8ലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള. ഈ 8-ലെത്തിയ സ്ഥിതിക്ക് പലർക്കും ഒരു ഞെട്ടലുണ്ട്. എന്താ കാര്യം ഇത്ര പെട്ടെന്ന് 3 8 എന്നുള്ളതാണ്. 3 8 മാത്രമല്ല, ഇനി 4 8 ആവട്ടെ, 5 8 ആവട്ടെ, 8ന്റെ എണ്ണം കൂടി വരട്ടെ. ചാക്യാർക്ക് ഇനിയും വരാൻ സാധിക്കട്ടെ. നിങ്ങളൊക്കെ ഇനിയും ഇതിലും കേമമായിട്ട് ഇവിടെ ഉണ്ടാവട്ടെ, വലിയ കലാകാരന്മാരായി മാറട്ടെ, എനിക്കൊരു ഹഗ് കിട്ടട്ടെ എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് ചാക്യാർ താൽക്കാലികമായിട്ട് വിടവാകാണ്. ആഘോഷപൂർവമായ ഈ സദസ്സിലേക്ക് ഇനിയും ആഘോഷങ്ങൾ വന്ന് ചേരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തിനാ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് മനസ്സിലായി. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാലേ ഇവിടുത്തെ പെയിന്റ് ഒക്കെ പോകും. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ഞാനത് ഫ്രെയിം ചെയ്ത് വെച്ചോളാം. ഓക്കെ, എന്നാ വന്നോട്ടെ. എല്ലാരും കൈയടിച്ച് അങ്ങോട്ട് പോകും. കൈയും കാലും നിറയ്ക്ക. സന്തോഷമുണ്ട്, നമസ്കാരമുണ്ട്. ഇവിടെ നിൽക്കാൻ തോന്നാ. പോട്ടെ. സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു.